ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ്റെ പേര് അരവിന്ദാണ്. ഞാനായിരിക്കും GSTയുടെ കംപ്ലീറ്റ് ക്ലാസ് എടുക്കുന്നത്. സോ നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് GST ആണ്. GSTയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് പഠിക്കേണ്ടത്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് GST ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ടോ അതെല്ലാം പഠിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും പ്രാക്ടിക്കലി എന്തെല്ലാമാണ് വരുന്നത് ഞാൻ പറയാം. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഓൺലൈനായിട്ട് എടുക്കേണ്ടത്. GSTയുടെ ഗവൺമെന്റ് സൈറ്റ് ഉണ്ട്. അതായത് www.gst.gov.in. ഇതാണ് ഗവൺമെന്റ് സൈറ്റ്. അപ്പൊ ഈ ഒരു ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറിയാൽ GST ബന്ധപ്പെട്ട എല്ലാ പ്രാക്ടിക്കൽ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോ ഒരു ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യേണ്ടത്, അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി വേണം ചെയ്യാൻ. ആ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ പഠിക്കും. അതിപ്പോ ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും, ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമായിക്കോട്ടെ, അതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണോ ആവശ്യം വരുന്നത് അതെല്ലാം മനസ്സിലാക്കി രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. ഇവിടെ നമ്മൾ പഠിക്കുക മാത്രമല്ല, ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു, അത് മാത്രമല്ല, നമുക്ക് ഈ GSTയുടെ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറി ശരിക്കുമുള്ള ഒറിജിനൽ വർക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സൈറ്റ് എങ്ങനെയാണോ അതേപോലെ നിർമ്മിക്കപ്പെട്ട ഒരു ഡെമോ സൈറ്റ് ഉണ്ട്, ഒരു ഡെമോ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കയറി പഠിച്ച കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു, നിങ്ങൾ പഠിച്ചു, പഠിച്ച കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. രജിസ്ട്രേഷൻ ഞാൻ പഠിപ്പിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി എടുത്തു. അതിന്റെ പ്രധാനപ്പെട്ട തിയററ്റിക്കലി അറിയേണ്ട റൂൾസ് കാര്യങ്ങളൊക്കെ പഠിച്ചു, പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമെന്ന് മനസ്സിലാക്കി എടുത്തു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആ ഡെമോ സോഫ്റ്റ്വെയറിൽ കയറി നിങ്ങൾക്ക് 5 പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതുപോലെ അടുത്ത് നമുക്ക് പ്രാക്ടിക്കലി പഠിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ പഠിക്കും അല്ലെ. അതുപോലെ അടുത്ത് ഒരു ബിസിനസ് സ്ഥാപനം GSTയില് രജിസ്റ്റേർഡ് ആണ്. ഒരു ബിസിനസ് സ്ഥാപനം GSTയില് രജിസ്റ്റേർഡ് ആണ്. ആ സ്ഥാപനത്തിന് GST നമ്പർ എല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ, രജിസ്റ്റേർഡ് സ്ഥാപനമാണെങ്കിൽ നിർബന്ധമായും നിർബന്ധമായിട്ടും മന്ത്ലി, എല്ലാ മാസവും മന്ത്ലി GST റിട്ടേൺസ് ഫയൽ ചെയ്യണം. GST റിട്ടേൺസ് നിർബന്ധമായിട്ടും ഫയലിംഗ് ചെയ്യണം. റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ അതാത് മാസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി GST അതോറിറ്റിയെ നമ്മൾ അറിയിക്കണം. ഈ മാസം ഇത്ര സെയിൽ നടന്നു, ഇത്ര പർച്ചേസ് നടന്നു, ഇത്ര സെയിൽ നടന്നപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഇത്ര GST കളക്ട് ചെയ്യപ്പെട്ടു, ഇത്ര പർച്ചേസ് നടത്തിയപ്പോ ഇത്ര GST സപ്ലയറിന് കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള ആ മാസം നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി GST അതോറിറ്റിയെ നമ്മൾ അറിയിക്കണം. GST അതോറിറ്റിയെ ഈ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി GSTന്റെ ഓഫീസിലേക്ക് സെയിലിന്റെ ബില്ലുകളും പർച്ചേസിന്റെ ബില്ലുകളുമായിട്ട് GST ഓഫീസിൽ നേരിട്ട് പോവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് അറിയിക്കാൻ സാധിക്കും.
അതിനുവേണ്ടി GST ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്ത ഓൺലൈൻ സൈറ്റ് അഡ്രസ് ആണ് ഈ സൈറ്റ്. ക്ലിയർ അല്ലേ? ഈ ഒരു ഓൺലൈൻ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയിട്ട് തന്നെ GST അതോറിറ്റിയെ അറിയിക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെ ഈ പറയുന്ന മന്ത്ലി നടക്കുന്ന കാര്യങ്ങളൊക്കെ അതോറിറ്റിയെ ഓൺലൈൻ ആയിട്ട് അറിയിക്കുന്നതിന് പറയുന്ന പേരാണ്, ആ ഒരു ഓൺലൈൻ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? റിട്ടേൺസ് ഫയലിംഗ്. ക്ലിയർ അല്ലേ? ഓക്കെ. മന്ത്ലി 2 റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യേണ്ടത് കേട്ടോ. മന്ത്ലി 2 റിട്ടേൺസ് ആണ് നമ്മൾ ഫയലിംഗ് ചെയ്യേണ്ടത്. ഓക്കെ. ആ 2 റിട്ടേൺസും എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കും. ആ ഏതൊക്കെയാണ് ആ 2 റിട്ടേൺസ്? 2 റിട്ടേൺസിനും 2 പേര് പറയും. ഒന്ന് GST റിട്ടേൺ ആർ, GSTR1. 2 GSTR3B, GSTR3B. അപ്പൊ GSTR1 എന്നൊരു റിട്ടേൺ ഫോം ഉണ്ട്, അതുപോലെ GSTR3B എന്നൊരു റിട്ടേൺ ഫോമും ഉണ്ട്. ഈ 2 റിട്ടേൺ ഫയലിംഗിലൂടെ എന്തോ 2 കാര്യങ്ങൾ നമ്മൾ GST അതോറിറ്റിയെ അറിയിക്കുന്നു എന്ന് മനസ്സിലാക്കണം. GSTR1 എന്ന റിട്ടേൺ നമ്മൾ ഫയലിംഗ് ചെയ്യുന്നതിലൂടെ എന്ത് കാര്യമാണ് അതോറിറ്റി അറിയിക്കുന്നേ? മറ്റൊന്നുമല്ല, ആ മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എത്ര സെയിൽസ് നടന്നു, ആ സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം കാണിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് GSTR1. അപ്പൊ GSTR1 നമ്മൾ ഫയലിംഗ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ മാസത്തെ സെയിൽസ് ഡീറ്റെയിൽസ് GST അതോറിറ്റിയെ നമ്മൾ അറിയിക്കുന്നു എന്നാ മനസ്സിലാക്കേണ്ടത്. സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ഫയലിംഗ് ചെയ്യുന്ന മന്ത്ലി റിട്ടേൺ ഫോമാണ് GSTR1. ഇത് എന്നാ ചെയ്യേണ്ടത്? ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത് 11-ാം തീയതിക്കുള്ളിലാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോ ഇതേത് മാസം? നവംബർ അല്ലേ? നവംബർ മന്തിന്റെ GSTR1 ചെയ്യേണ്ടത് ഡിസംബർ മാസം 11-ാം തീയതിക്കുള്ളിൽ. എന്ന് പറഞ്ഞാൽ നവംബർ മാസം 1-ാം തീയതി മുതൽ നവംബർ മാസം 30-ാം തീയതി വരെ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് GSTR1 എന്ന ഫോമിൽ ഡാറ്റ എൻറ്റർ ചെയ്ത് ഡിസംബർ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ 11-ാം തീയതിക്കുള്ളിൽ ഫയലിംഗ് ചെയ്യണം. അപ്പോൾ ഡിസംബർ മന്ത് 11th ഇസ് ദ ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് GSTR1 ഫോർ ദ മന്ത് ഓഫ് നവംബർ. ഡിസംബറിന്റെ സെയിൽസ് ആണെങ്കിലോ ഡിസംബറിന്റെ സെയില് ഡിസംബറിന്റെ GSTR1-ൽ ജനുവരി മാസം 11-ാം തീയതിക്കുള്ളിൽ ചെയ്യുക. ആ ലോജിക്ക് എടുത്താൽ മതി. ക്ലിയർ? ഈ GSTR1 എന്ന് പറയുന്ന ഫോം ഇത് സെയില് മാത്രമാണ് കാണിക്കേണ്ടത് എങ്കിൽ പോലും ഇതൊരു ഡീറ്റെയിൽഡ് ആയ ഫോമാണ്. ഇതിനകത്ത് ടോട്ടൽ 23 ടേബിൾ വരുന്നുണ്ട്. GSTR1 എന്ന് പറയുന്ന സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആയ ഇതിനകത്ത് 23 ടേബിൾ ഉണ്ട്. ഈ 23 ടേബിളും സെയില് ബന്ധപ്പെട്ട ടേബിളാണ്. നമ്മളെല്ലാം പഠിക്കും. അതായത് B2B സെയില്, B2C സെയില്, എക്സ്പോർട്ട് സെയില്. ക്ലിയർ അല്ലേ? ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് എഗെയിൻസ്റ്റ് സെയിൽസ്, അതുപോലെ നിൽ റേറ്റ്, എക്സംപ്റ്റഡ്, നോൺ GST ഔട്ട്വേർഡ് സപ്ലൈ, HSN കോഡ്, SAC കോഡ്, അമെൻമെന്റ്, ഇ-കൊമേഴ്സ് സപ്ലൈ, അഡ്വാൻസ് എഗെയിൻസ്റ്റ് സർവീസ്, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ അങ്ങനെ സെയില് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം 23 ടേബിൾ അടങ്ങിയ ഒരു ഡീറ്റെയിൽ ആയ സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്? GSTR1. നമ്മൾ പഠിക്കുമ്പോൾ 23 ടേബിളും ആദ്യം തിയററ്റിക്കലി ഇവിടെ എഴുതി പഠിക്കും. എന്താണ് B2B? B2B എന്താണ് കാണിക്കേണ്ടത്? B2B എങ്ങനെയാണ് കാണിക്കേണ്ടത് ഫോമിനകത്ത്? B2C എന്താണ്? B2C ലാർജ് എന്താണ്? B2C സ്മാൾ എന്താണ്? എങ്ങനെ കാണിക്കും?
ഓരോന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? 23 ടേബിളും തിയററ്റിക്കലി ആദ്യം പഠിക്കും. ശേഷമാണ് GSTയുടെ ഓൺലൈൻ സൈറ്റ് ഓപ്പൺ ചെയ്ത് GSTR 1 എങ്ങനെ ഓൺലൈൻ ഡാറ്റ എൻ്റർ ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെ ഡാറ്റ കൊണ്ടുവരാം, ശേഷം GSTR 1 എങ്ങനെ ഓൺലൈനായിട്ട് ഫയലിംഗ് ചെയ്യാമെന്ന് പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഈ 23 ടേബിൾ എന്താണെന്ന് അറിയാതെ ഡയറക്റ്റ് സൈറ്റിനകത്ത് കയറി ഓൺലൈൻ ഫോം എടുത്ത് നോക്കിയാൽ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആകും. നമ്മൾ അങ്ങനെ പഠിക്കില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തിയററ്റിക്കലി പഠിച്ചു തന്നെ പോകും. ഓക്കെ. CGST ആക്ടിന്റെ സെക്ഷൻ 37 പ്രകാരമാണ് പറയുന്നത്. സെക്ഷൻ 37 അത് പ്രകാരമാണ് GSTR 1 എന്ന് പറയുന്ന ഫോം ഫയലിങ്ങിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ പഠിക്കും. GSTR 3B. GSTR 1 ചെയ്ത ശേഷമാണ് GSTR 3B ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? GSTR 1 ചെയ്യാതെ 3B ചെയ്യാൻ പറ്റത്തില്ല. GSTR 3B എന്ന ഫോമിന്റെ ആവശ്യം മന്ത്ലി നമുക്ക് എത്ര GST ആണ് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത്, ടാക്സ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട മന്ത്ലി റിട്ടേൺ ഫോമാണ് GSTR 3B. ക്ലിയർ അല്ലേ? ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട റിട്ടേൺ ഫോമാണ് GSTR 3B. ഇത് GSTR 1 പോലെ ഒരു ഡീറ്റെയിൽ ആയ ടേബിൾ ഒന്നുമല്ല, ഇതൊരു സമ്മറി ടേബിൾ ആണ്. സോ അതിന് നമ്മൾ സമ്മറി റിട്ടേൺ എന്നും വിളിക്കും GSTR 3Bയെ. GSTR 3Bയെ നമ്മൾ എന്ത് വിളിക്കും? ഇതൊരു സമ്മറി റിട്ടേൺ എന്ന് വിളിക്കും. GSTR 3B എന്ന ഫോമിന്റെ ഡ്യൂ ഡേറ്റ് എന്നാ പറയുന്നത്? ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത് 20th ആണ്. അടുത്ത മാസം 20ാം തീയതിയാണ് GSTR 3Bയുടെ ഡ്യൂ ഡേറ്റ് വരുന്നത്. നവംബർ മന്ത് എത്ര ടാക്സ് അടയ്ക്കാനുണ്ട് എന്ന് കമ്പ്യൂട്ട് ചെയ്യുക. GSTR 3B എന്ന ഫോമിലൂടെ ഡിസംബർ മാസം 20ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യുക? 3Bയിലൂടെ ടാക്സ് പേയ്മെന്റ് ചെയ്യണം. ലേറ്റ് ആയാൽ നമുക്ക് ഫൈനൊക്കെ വരും, ലേറ്റ് ഫീ ഉണ്ടാകും, ഇൻട്രസ്റ്റ് വരും. ക്ലിയർ അല്ലേ? GSTR 3B എന്ന ഫോം സമ്മറി ഫോം ആയതുകൊണ്ട് തന്നെ GSTR 1 23 ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നാ പക്ഷേ GSTR 3Bക്ക് അകത്ത് വെറും 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? വെറും 6 ടേബിൾ മാത്രമേ 3Bയിൽ വരുന്നുള്ളൂ. ഓക്കെ. അപ്പം പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ ബിസിനസ് സ്ഥാപനം GSTയിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഈ 2 റിട്ടേൺസും മന്ത്ലി ചെയ്യണം. അത് നിങ്ങൾ ഏത് ടൈപ്പ് ബിസിനസ് സ്ഥാപനമാണെങ്കിലും രജിസ്റ്റേർഡ് ആണോ GSTR 1ഉം GSTR 3Bയും ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ് പ്രാക്ടിക്കലി നമുക്ക് പഠിക്കേണ്ടത് അല്ലെ? ആദ്യം എന്താ പഠിക്കുന്നത്? GST രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈൻ ചെയ്യാമെന്ന് പഠിക്കും. രണ്ടാമത് GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾ മന്ത്ലി ചെയ്യേണ്ടി വരുന്ന മന്ത്ലി റിട്ടേൺസ് GSTR 1 എങ്ങനെ ഫയൽ ചെയ്യാം, GSTR 3B എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് പഠിക്കും. ഓക്കെ. ദെൻ GSTR 1, GSTR 3B ഈ 2 റിട്ടേൺസ് ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെടുത്തി ഒരു 3 ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് എന്താന്ന് പഠിക്കും. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് പഠിക്കും. ഞാൻ ഫോമിന്റെ പേര് പറയാം. GSTR 1A, GSTR 2A, GSTR 2B. ക്ലിയർ അല്ലേ? ഈ 3 ഫോമിന്റെ ആപ്ലിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് കേട്ടോ ഇത്. നമ്മൾ പഠിക്കും. അപ്പൊ GSTR 1 നമ്മൾ ചെയ്യേണ്ട ഫയലിംഗ് ആണ്. GSTR 3Bയും നമ്മൾ ചെയ്യേണ്ട ഫയലിംഗ് ആണ്. എന്നാൽ ഈ 2 റിട്ടേൺസ് നമ്മൾ ചെയ്യാൻ സമയത്ത് അതുമായി ബന്ധപ്പെടുത്തി വരുന്ന 3 ഫോമിന്റെ പേരാണ് GSTR 1A, GSTR 2A, GSTR 2B. അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കും. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം വെച്ചാല് ഈ 2 റിട്ടേൺസ് മന്ത്ലി ചെയ്യുമല്ലോ. ഓക്കെ. അതായത് ഇപ്പോ നമുക്ക് വേറൊരു സ്കീമുണ്ട് GSTയില്. ആ സ്കീമിന്റെ പേര്
QRMP എന്നാ പറയുന്നത്. QRMP എന്ന് പറഞ്ഞാൽ ക്വാർട്ടേർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ് എന്നാ പറയുന്നത്. അതായത് ഇത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്കീമാണ്. ക്ലിയർ അല്ലേ? ഈ സ്കീം നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അത് എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പഠിക്കും ഇതൊക്കെ. ജസ്റ്റ് പറയാം, നമ്മുടെ സ്ഥാപനത്തിന്റെ സെയിൽസ്, അതായത് ഇപ്പോ നിൽക്കുന്ന വർഷമല്ല, കഴിഞ്ഞ വർഷം, പ്രീവിയസ് ഇയറിന്റെ നമ്മുടെ സെയിൽ എമൗണ്ട് അപ് ടു വരെ 5 കോടി വരെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സെയിൽ എമൗണ്ട്, ടേൺ ഓവർ 5 കോടി വരെ ഉള്ളവർക്ക് വേണമെന്ന് വെച്ചാൽ ഈ സ്കീം എടുക്കാം. ഈ സ്കീം എടുത്ത എന്താ പ്രത്യേകത? ഈ മന്ത്ലി ചെയ്യേണ്ടി വരുന്ന GSTR 1 GSTR 3 മന്ത്ലി ചെയ്യണമെന്നില്ല. 3 മാസം കൂടുമ്പോ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ 2 റിട്ടേൺസും ക്വാർട്ടേർലി ചെയ്തു പോയാൽ മതി എന്നാ പറയുന്നത്. അപ്പോ ഇത് ചോയ്സ് ആണ്. ഒരു ചെറുകിട ബിസിനസ് സ്ഥാപനമാണ്, GST രജിസ്റ്റേർഡ് ആണ്. അപ്പൊ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണർ ചിന്തിക്കുന്നു, എല്ലാ മാസവും GSTR 1 3 ചെയ്യുമ്പോ നമ്മുടെ ശ്രദ്ധ മൊത്തം അതിന്റെ പുറകെ ആയി പോകുന്നു. അപ്പോ ബിസിനസ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന കച്ചവടക്കാർക്ക് QRMP സ്കീം പ്രകാരം എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ GSTR 1 GSTR 3 മന്ത്ലി ചെയ്യേണ്ട, 3 മാസം കൂടുമ്പോൾ ചെയ്തു പോയാൽ മതി. ക്ലിയർ അല്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇത് ഒരു തിയററ്റിക്കൽ കാര്യമാണ്. നമ്മൾ അതിന്റെ റൂൾസ് മൊത്തം പഠിക്കും. ഇനി ഈ QRMP എന്ന് പറയുന്ന തിയററ്റിക്കൽ കാര്യം പഠിക്കുമ്പോൾ അവിടെ 2 പ്രാക്ടിക്കൽ ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് IFF എന്ന് പറയുന്ന ഫോം ഉണ്ട്. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, പഠിക്കും നമ്മൾ. IFFന്റെ മീനിങ് ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി എന്നാ പറയുന്നത്. അപ്പോ QRMP സ്കീം പ്രകാരം നമ്മൾ ഓപ്റ്റ് ചെയ്തു, GSTR 1 GSTR 3 ക്വാർട്ടേർലി ചെയ്തു പോകുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ IFF എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ റിട്ടേൺ ഫോമിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. മാത്രമല്ല PMT പേയ്മെന്റ് PMT-06 എന്നൊരു ഫോം ഉണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെ ഒരു ഫോമിന്റെ പ്രാക്ടിക്കലും ഫയലിംഗ് വരുന്നുണ്ട്. ക്ലിയർ? യെസ്, നമ്മൾ ഇതൊക്കെ പഠിക്കും. ഓക്കെ, അടുത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു GSTയിൽ രജിസ്റ്റേർഡ് സ്ഥാപനം നിർബന്ധമായിട്ടും മന്ത്ലി GSTR 1 GSTR 3 ചെയ്യുന്നു. QRMP സ്കീം ആണെങ്കിൽ GSTR 1 GSTR 3 3 മാസം കൂടുമ്പോൾ ചെയ്യുന്നു. എങ്ങനെ ആയിക്കോട്ടെ, മന്ത്ലി ഓർ ക്വാർട്ടേർലി, എങ്ങനെ ആയിക്കോട്ടെ, 12 മാസം കംപ്ലീറ്റ് ആകുന്നു. 12 മാസം മീൻസ് ഒരു വർഷം അല്ലെ? ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ 12 മന്തിന്റെയും GSTR 1 3 ചെയ്ത് കംപ്ലീറ്റ് ആയ ശേഷം നമ്മളൊരു വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. അതിന്റെ പേരാണ് GSTR 9. GSTR 9 നമ്മൾ ചെയ്യണം വർഷാവസാനം. ക്ലിയർ അല്ലേ? എന്താണ് GSTR 9? GSTR 9 വേറൊന്നുമില്ല, സമ്മറിയാണ് GSTR 9. ഒരു സമ്മറി ആണ് GSTR 9. എന്തിന്റെ സമ്മറിയാണ്? സമ്മറി ഓഫ് 12 മാസം അല്ലെ, 12 മന്ത്, 12 മാസം നമ്മൾ ചെയ്ത GSTR 1ന്റെയും GSTR 3യുടെയും സമ്മറിയാണ് GSTR 9. എന്ന് വെച്ചാൽ ആ 12 മാസം നമ്മൾ GSTR 1 GSTR 3 ചെയ്തു, അതിന്റെ സമ്മറി ആയിട്ട് എല്ലാ എമൗണ്ടും അതിൽ കാണിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് GSTR 9 എന്ന ഫോമിനകത്ത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകും. നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും.
എല്ലാം ശരിയാണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്. അതായത് GSTR 9 എല്ലാവരും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ വാർഷിക വിറ്റുവരവ്, ആനുവൽ ടേൺ ഓവർ മീൻസ് എന്താ? സെയിൽസ് ആണ് കേട്ടോ, സെയിൽസ്. ആനുവൽ ടേൺ ഓവർ എബോ 2 CR 2 കോടിക്ക് മുകളിലാണെങ്കിൽ, വാർഷിക വിറ്റുവരവ് 2 കോടിക്ക് മുകളിലുള്ളവർക്ക് മാൻഡേറ്ററി, നിർബന്ധമായിട്ടും GSTR 9 ഫയലിംഗ് ചെയ്യണം. ഒരു മാറ്റവും ഇല്ല. എന്നാൽ പക്ഷേ 2 കോടിക്ക് ബിലോ ആണെങ്കിൽ, 2 കോടിക്ക് ബിലോ ആണ് ടേൺ ഓവർ എങ്കിൽ GSTR 9 ചെയ്യണ്ട എന്നല്ല, ഇറ്റ്സ് ഓപ്ഷണൽ ആണ്. ഇത് നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നാ പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. GSTR 9 നമ്മൾ വർഷ അവസാനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ 12 മാസം നമ്മൾ ചെയ്ത GSTR 1 3B എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്തിയ മിസ്റ്റേക്ക് GSTR 9 ഫയലിങ്ങിലൂടെ അത് റെക്ടിഫൈ ചെയ്തു പോകാനും സാധിക്കും. ആ തെറ്റ് തിരുത്താൻ സാധിക്കും GSTR 9 ഫയൽ ചെയ്യുമ്പോൾ. ക്ലിയർ അല്ലേ? പക്ഷെ നമ്മൾ കരുതും ആ 2 കോടി വരെ ഉള്ളവർക്ക് നിർബന്ധമില്ലല്ലോ GSTR 9, ചെയ്യാതെ സ്കിപ്പ് അടിച്ച് പോകാം എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? GSTR 9 ചെയ്യാതെ പോകും. 2 കോടി വരെയല്ലേ ഉള്ളൂ ടേൺ ഓവർ, നിർബന്ധമില്ലല്ലോ, ചെയ്യാതെ പോകും. ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് ഒരു അവസരം നഷ്ടപ്പെട്ടു. എന്ത് അവസരമാണ്? ആ 12 മാസത്തെ GSTR 1 GSTR 3B ശരിയാണോ, തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒരു 4-5 വർഷം കഴിയുമ്പോ GST അതോറിറ്റി ഇങ്ങോട്ട് പറയും, നോട്ടീസ് അയക്കും നമുക്ക്. 4-5 വർഷം മുമ്പ് നിങ്ങളുടെ GSTR 3B ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കണ്ടു, തെറ്റ് കണ്ടു, നിങ്ങൾ ഇത്ര എമൗണ്ട് ഫൈൻ അടയ്ക്കണം, പലിശ അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം എന്ന് പറയും. അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താണ്? നമ്മൾ ഓരോ വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ആ വർഷം നമ്മൾ സെൽഫായിട്ട് ഉറപ്പുവരുത്തി പോണം, തെറ്റൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ലാതെ ക്ലിയർ ആക്കി പോകണം. അതിന് ഏറ്റവും ബെറ്റർ വേ എന്താണ്? വർഷ അവസാനം GSTR 9 ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ പഠിക്കും GSTR 9 എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. GSTR 9 എന്ന് പറയുന്ന ഫോമിനകത്ത് 19 ടേബിൾ ഉണ്ട് കേട്ടോ. 19 ടേബിൾ ഉണ്ട്. 19 ടേബിൾസ് അടങ്ങിയ ഒരു റിട്ടേൺ, വാർഷിക റിട്ടേൺ ഫോമാണ് GSTR 9. ആ GSTR 9 എങ്ങനെ ഫയലിംഗ് ചെയ്യാമെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കും. ക്ലിയർ? യെസ്. അപ്പോ ഇതുവരെ പറഞ്ഞ ക്ലിയർ അല്ലേ? രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാമെന്ന് പഠിക്കും, GSTR 1 എങ്ങനെ ഫയൽ ചെയ്യാം, GSTR 3B എങ്ങനെ ഫയൽ ചെയ്യാം. ഇത് രണ്ടും ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തി 3 ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാ? GSTR 1A, GSTR 2A, GSTR 2B. ഇനി QRMB സ്കീം എടുത്താൽ 1ഉം 3Bയും ക്വാർട്ടേർലി 3 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. അങ്ങനെ QRMB എടുക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി 2 ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. IFF എന്താ ഫുൾ ഫോം? ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി. 2 PMT 06. ഓക്കെ. ദെൻ 12 മാസം കംപ്ലീറ്റ് ആകുന്നു, 1 വർഷം പൂർത്തിയാക്കി, GSTR 9 ചെയ്യണം. GSTR 9 എന്താണ്? വാർഷിക റിട്ടേൺ, ആനുവൽ റിട്ടേൺ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ 12 മാസം നമ്മൾ ചെയ്ത 1ന്റെയും 3Bന്റെയും സമ്മറിയാണ് ഇത് GSTR 9. ക്ലിയർ അല്ലേ? യെസ്. GSTR 9 ഡ്യൂ പറഞ്ഞില്ലല്ലോ. ഡ്യൂ ഡേറ്റ് പറയാം. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഇയർ അവസാനിച്ചു. ഇപ്പൊ നമ്മുടെ ഇയർ എക്സാമ്പിൾ ഇപ്പോ നടക്കുന്ന ഇയർ ഏതാണ്? 2024, 2025 ഇപ്പോഴത്തെ റണ്ണിങ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോ അല്ലെ, 2024 ഏപ്രിൽ 1 ഇയർ സ്റ്റാർട്ട് ചെയ്തത്. 2025 മാർച്ച് 31 ഇയർ അവസാനിക്കും.
അപ്പൊ ഈ ഇയറിന്റെ GSTR 9 ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 2025 ഡിസംബർ 31 ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ആ ലോജിക്ക് എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഈ ഇയറിന്റെ GSTR 9 ചെയ്യേണ്ടത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ ഡിസംബർ 31 ആണ് ലാസ്റ്റ് ഡേറ്റ്. ക്ലിയർ? ഓക്കെ. നമുക്ക് അടുത്ത് പഠിക്കേണ്ട കാര്യം GSTയിലെ മറ്റൊരു ഓപ്ഷണൽ സ്കീമാണ് എന്ത്? കോമ്പോസിഷൻ സ്കീം എന്ന് വിളിക്കും. കോമ്പോസിഷൻ സ്കീം എന്ന് വിളിക്കും. അതിനു മുമ്പ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? സൗണ്ട് പ്രശ്നമുണ്ടോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? പറയുമ്പോൾ എന്റെ സ്പീഡ് കൂടുതലാണോ? ക്ലിയർ ആക്കാൻ പറ്റുന്നില്ലെന്നുണ്ടോ? ഒന്ന് പറയാമോ? ഓക്കെ ആണോ? ഓക്കെ. പറഞ്ഞൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓ, പറഞ്ഞോളൂ. ഈ QRMP സ്കീം എന്നുള്ളത് ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യണോ? അതല്ല നമ്മൾ ഒരു 6 മാസം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ QRMPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? മന്ത്ലി അല്ല? നമുക്ക് ഒരു ക്വാർട്ടർ വെച്ച് നമുക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. ഓക്കെ. മുഹമ്മദ് ഉനൈസ് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, നോക്കാം. ക്വാർട്ടർ പേയ്മെന്റ് GST ഡ്യൂ ഡേറ്റ് എപ്പോഴാണ്? ക്വാർട്ടർ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ QRMP പ്രകാരം ടാക്സ് പേയ്മെന്റ് ഉദ്ദേശിക്കുന്നത്? QRMP പ്രകാരം ടാക്സ് പേയ്മെന്റ് ആണെങ്കിൽ അത് ആണോ? അതെല്ലേ? ഓക്കെ. അത് GSTR 3Bയിലൂടെ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആ 3 മാസം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത്, ഇപ്പൊ ഏപ്രിൽ മെയ് ജൂൺ ഇതാണ് 3 മാസമെങ്കിൽ ജൂലൈ മാസം 22 ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. 22 ആണ് വരുന്നത്. ഓക്കെ. ഓക്കെ, ക്ലിയർ. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ? ഓ, പറയൂ. ഈ വാർഷിക വിറ്റുവരവ് 2 കോടിക്ക് മുകളിൽ എന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പൊ എന്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ സ്ഥാപനമാണ് ഒരു ബാങ്കിങ് സംവിധാനമാണെങ്കിൽ അവർക്ക് നോൺ ട്രേഡിംഗും ഉണ്ടാവാം. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വാർഷിക വിറ്റുവരവ് അതിലിപ്പോ നമ്മള് പണ്ട് സർവീസ് ടാക്സ് എടുത്തത് ഇപ്പോ GST എടുക്കുന്നുണ്ടല്ലോ. ओके. മിസ്ലേനിയസ് ഇൻകത്തിന്. वॉइस नहीं क्या आपके? ये ओके. करो, बैक लो इसमें वॉइस होगा ना? അങ്ങനെ വരുമ്പോ ആ വിറ്റുവരവ് എങ്ങനെയാണ് സാറേ കണക്ക് കൂട്ടല്? അതും കൂടി കൂട്ടുവോ? നമുക്ക് എന്തെല്ലാമാണ് നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആഡ് ചെയ്യും. ടാക്സബിളും ടാക്സ് ഇല്ലാത്ത സർവീസ് കൊടുത്താലും എന്തൊക്കെ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ കൊടുക്കുന്നോ അതെല്ലാം കൂട്ടും കേട്ടോ ടേൺ ഓവറിൽ. ക്ലിയർ? ഓക്കെ. അങ്ങനെ വരുമ്പോ 2 കോടിക്ക് മുകളിൽ വരികയാണെങ്കിൽ ഈ QRMP പറ്റില്ല. QRMPക്ക് 5 കോടി വരെ ഉണ്ട്. 5 കോടി. 5 കോടി വരെ. അതെ, 5 കോടിക്ക് മേലെ ആണെങ്കിൽ പറ്റത്തില്ല കേട്ടോ. മന്ത്ലി ചെയ്യണം. इसमें कुछ रहता है आपके, इसमें नहीं। ഡെമോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? എനിക്കിതൊന്നും ചോദിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? ചോദിച്ചോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ, സ്റ്റക്കായി പോയിട്ടുണ്ട്. അബൂബക്കർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് GST എടുക്കേണ്ടത്? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, ഒരു സംശയമുണ്ടേ. ഓക്കെ. ഇപ്പോൾ GST എടുത്തു, പക്ഷെ എനിക്ക് ഇതൊരു അതായത് സാധനങ്ങൾ മേടിച്ചിട്ടേ ഉള്ളൂ, എന്റെ സെയിൽ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാനിത് റിട്ടേൺ വെക്കേണ്ട ആവശ്യമുണ്ട്? നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. കാരണം GST R1 ആണ് സെയിൽ കാണിക്കേണ്ടത്. പക്ഷെ താങ്കൾക്ക് സെയിൽ നടന്നിട്ടില്ല. അപ്പോ സെയിൽ നടന്നിട്ടില്ല എന്ന് അതോറിറ്റി അറിയണം. ക്ലിയർ അല്ലേ? അപ്പോ GSTR 1 എന്ന ഫോം എടുത്തിട്ട് അതിലുള്ള 23 ടേബിൾ ഒന്നും ഫില്ല് ചെയ്യാൻ പാടില്ല. ബ്ലാങ്ക് ആയി ഇടുക. ഇതിന് ഫയലിംഗിന്റെ സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. ശരി സാർ. ഓക്കെ. സാറേ, ഞാൻ നേരത്തെ ചോദിച്ച ആള് തന്നെയാണ് സാറേ. പറയൂ. അപ്പോ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു സഹകരണ സ്ഥാപനമാകണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ടേൺ ഓവറിൽ കൂട്ടുമോ സാറേ?
ഈ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ടേൺ ഓവറിനകത്ത് ചില കാര്യങ്ങൾ കൂട്ടും, ചില കാര്യങ്ങൾ കൂട്ടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ക്ലിയർ അല്ലേ? ഈ ഇൻട്രസ്റ്റ്, ഡെപ്പോസിറ്റ്, അഡ്വാൻസിനൊക്കെ പരിമിതിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് സെക്ഷൻ 22 പഠിക്കുമ്പോൾ അതിനകത്ത് അത് കവർ ചെയ്യും. ക്ലിയർ അല്ലേ? ഇപ്പൊ പറയുകയാണെങ്കിൽ കുറെ എക്സാമ്പിൾ ഒക്കെ കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ ആണോ? ഓക്കെ ക്ലിയർ ഓക്കെ അല്ലേ? ഓക്കെ. താങ്കൾക്ക് ധൈര്യമായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മൾ വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ പഠിക്കും കേട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ. അബൂബക്കർ ചോദിക്കുന്നു, ആരൊക്കെയാണ് GST എടുക്കേണ്ടത്? GST എടുക്കേണ്ടത് ആരെന്ന് ചോദിച്ചാൽ രജിസ്ട്രേഷൻ നമ്മൾ പഠിക്കും. CGST ആക്ടിന്റെ സെക്ഷൻ 22 പ്രകാരം പറയുന്നു 20 ലക്ഷം, അല്ലെങ്കിൽ എമൗണ്ട് പറയുന്നില്ല ഇപ്പൊ ഞാൻ, ഇത്ര എമൗണ്ട് ടേൺ ഓവർ ക്രോസ് ചെയ്ത ആൾക്കാർ GST എടുക്കണമെന്ന് അവിടെ പറയുന്നു. എവിടെ? സെക്ഷൻ 22 പ്രകാരം പറയുന്നു. സെക്ഷൻ 24 CGST ആക്ട് സെക്ഷൻ 24 24 അതിൽ പറയുന്ന ആളുകൾ എല്ലാവരും നിർബന്ധം GST ഉണ്ടാവണം എന്ന് പറയുന്നു. അപ്പൊ സെക്ഷൻ 22 നമ്മൾ പഠിക്കുന്നുണ്ട്, തിയററ്റിക്കലി പഠിക്കും, ഞാൻ പഠിപ്പിക്കും. സെക്ഷൻ 24 പഠിക്കും. സെക്ഷൻ 22 പ്രകാരം ആ ഇത്ര എമൗണ്ട് കടന്നാൽ മാത്രം GST എടുത്താൽ മതി. സെക്ഷൻ 24 പ്രകാരമുള്ള അതിനകത്ത് ആരൊക്കെ പറയുന്നുണ്ടോ അവരെല്ലാവരും GST നിർബന്ധം ഉണ്ടാവണം കേട്ടോ. അപ്പൊ സെക്ഷൻ 22, 24 പഠിക്കും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത് ജസ്റ്റ് ഡെമോ ക്ലാസ് അല്ലേ, ഇപ്പൊ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി മാറും, കൺഫ്യൂഷൻ ആവും. കാരണം ബേസ് പോലും അറിയാത്ത ഒരുപാട് പേര് ഈ ക്ലാസ്സിലുണ്ട്. അപ്പൊ അഡ്വാൻസ് ആയ ടോപ്പിക്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു ഇതായി മാറും കേട്ടോ. ഇന്നത്തെ ഈ ഡെമോ ക്ലാസ്സിൽ ഞാൻ ഒന്നും പഠിപ്പിക്കുകയല്ല, ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്തൊക്കെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ. അടുത്ത് പറയുന്ന കാര്യം, ചില ബിസിനസ് സ്ഥാപനങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരമായിരിക്കും GST എടുക്കുന്നത്. അങ്ങനെ ഒരു സ്കീം GSTയിലുണ്ട് കേട്ടോ. കോമ്പോസിഷൻ എന്നൊരു സ്കീം GSTയിലുണ്ട്. അത് പ്രീവിയസ് ഇയർ ടേൺ ഓവർ, കഴിഞ്ഞ വർഷം നമുക്ക് 1.5 കോടി വരെ ടേൺ ഓവർ ഉള്ളവർക്ക് കോമ്പോസിഷൻ സ്കീമിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ബിസിനസ്സിന് ഈ സ്കീം അനുയോജ്യമാണെങ്കിൽ ഈ സ്കീം ചൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇപ്പൊ എങ്ങനെയാണ്? പ്രീവിയസ് ഇയർ 1.5 കോടി വരെ ടേൺ ഓവർ ഉള്ളവർക്ക് സെക്ഷൻ 10 പറയുന്നത്, സെക്ഷൻ 10 10ാമത്തെ സെക്ഷനിലെ പറയുന്നത്, സെക്ഷൻ 10 പറയുന്ന ഈ കോമ്പോസിഷൻ സ്കീം അതിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമാണ് എന്ന് തോന്നി എന്ത് ചെയ്യാം? ഈ സ്കീം ചൂസ് ചെയ്യാം. പക്ഷെ പ്രീവിയസ് ഇയർ 1.5 കോടിക്ക് മേലെ ടേൺ ഓവർ ഉള്ള സ്ഥാപനമാണെങ്കിൽ ഈ സ്കീം എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോ നമ്മളത് പഠിക്കും. നമ്മളതൊക്കെ ഈ സ്കീം പ്രകാരം GST എടുത്തവർക്ക് 2 ഫയലിംഗ് ഉണ്ട് കേട്ടോ. ഒന്ന് CMP 08 എന്നൊരു ഫോം ഉണ്ട്, അതിന്റെ ഫയലിംഗ് ഉണ്ട്. അത് ചെയ്യേണ്ടത് ക്വാർട്ടർലി ബേസിസിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. 3 മാസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. അതായത് ഇപ്പോ ഏപ്രിൽ മെയ് ജൂൺ അല്ലെ, ഏപ്രിൽ മുതൽ ജൂൺ വരെ, അതല്ലേ ഫസ്റ്റ് ക്വാർട്ടർ വരുന്നേ. അപ്പോ ഏപ്രിൽ ടു ജൂൺ എന്ന ഈ 3 മാസത്തെ CMP 08 ചെയ്യേണ്ടത് ജൂലൈ മാസം 18-ാം തീയതിക്കുള്ളിലാണ്. ക്ലിയർ അല്ലേ? യെസ്. ഈ ഫോമിന്റെ ആവശ്യം, ഈ കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്തവർ ആ 3 മാസത്തെ ടേൺ ഓവറിന്റെ മേൽ ടാക്സ് എത്ര പേയ്മെന്റ് ചെയ്യണം, ആ ടാക്സ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് CMP 08 എന്ന ഫോമിന്റെ ആവശ്യം ഇവർക്ക് വരുന്നത്. മറ്റൊരു ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക, കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനങ്ങൾ 3 മാസം കൂടുമ്പോ CMP 08 എന്നൊരു ഫോം ഉണ്ട്, അതാണ് ഫയൽ ചെയ്യേണ്ടത്. ആ ഫോമിന്റെ ആവശ്യം ടാക്സ് അടയ്ക്കുക മാത്രമാണ്. അതിന്റെ ഡ്യൂ ഡേറ്റ് ആ ക്വാർട്ടർ അവസാനിച്ച് അടുത്ത മാസം 18-ാം തീയതി ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു വർഷം 4 ക്വാർട്ടർ ഇല്ലേ?
ഏപ്രിൽ മെയ് ജൂൺ ഫസ്റ്റ് ക്വാർട്ടർ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെക്കൻഡ് ക്വാർട്ടർ, ഒക്ടോബർ നവംബർ ഡിസംബർ തേർഡ് ക്വാർട്ടർ, ജാനുവരി ഫെബ്രുവരി മാർച്ച് ഫോർത്ത് ക്വാർട്ടർ അല്ലെ. ഇപ്പൊ ഏപ്രിൽ മുതൽ മാർച്ച് വരെ ഒരു വർഷം 4 ക്വാർട്ടർ. അപ്പൊ 4 പ്രാവശ്യം CMB08 ഫയലിംഗ് ചെയ്യണം. ഓക്കെ അല്ലേ? ദെൻ വർഷ അവസാനമാകുന്നു എന്ത് ചെയ്യുക? ഒരു ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം ഈ സ്കീം എടുത്തവർ. ഈ സ്കീം എടുക്കാത്തവർക്കാണെങ്കിലോ ഏതാണ് വാർഷിക റിട്ടേൺ? GSTR 9 നേരത്തെ പറഞ്ഞു അല്ലെ. ഈ സ്കീം എടുത്തവർക്കുള്ള വാർഷിക ഫോമിന്റെ പേരെന്താ? GSTR 4 എന്നാ പറയുന്നേ. GSTR 4 ക്ലിയർ അല്ലേ? യെസ്. GSTR 4 എന്ന് പറഞ്ഞാൽ ആ 4 ക്വാർട്ടറിൽ നമ്മൾ ചെയ്ത CMB08ന്റെ സമ്മറി GSTR 4ൽ കാണിക്കും. അതിന് പുറമെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കും അത്. ക്ലിയർ അല്ലേ? ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയർ അവസാനിക്കുന്നത് എപ്പോഴാണ്? മാർച്ച് 31 അല്ലേ? നെക്സ്റ്റ് മന്ത് ഏപ്രിൽ മാസം 30 ഡ്യൂ ഡേറ്റ് വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ശരി, ഇതാണ് കോമ്പോസിഷന്റെ പ്രത്യേകത. കോമ്പോസിഷൻ സ്കീം സെക്ഷൻ ഏതാ? സെക്ഷൻ 10. ഓക്കെ, നമ്മൾ പഠിക്കും അതൊക്കെ. ശരി. അപ്പോ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അടുത്ത് എന്താ പഠിക്കുന്നത് ചോദിച്ചാൽ പ്രധാനമായിട്ട് വരുന്ന കാര്യം ഡോക്യുമെന്റ്സ് പ്രിപ്പറേഷൻ ആണ്. അതായത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് പ്രധാനമായിട്ട് വരുന്ന? ടാക്സ് ഇൻവോയ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, റിവൈസ്ഡ് ഇൻവോയ്സ്, സെൽഫ് ഇൻവോയ്സ്, റിസീപ്റ്റ് വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ, ഡെലിവറി ചെല്ലാൻ, ഇബേ ബില്ല്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി വരുന്ന കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? യെസ്. പ്രാക്ടിക്കലി ഏതൊക്കെ ഫോമിനാ പറഞ്ഞേ? GST രജിസ്ട്രേഷൻ, GSTR 1, GSTR 3B, GSTR 2A, GSTR 2B, GSTR 1A, IFF, PMG06, CMB08, GSTR 4. 10 പ്രാക്ടിക്കൽ ഫോം നമുക്കിവിടെ പഠിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് തിയററ്റിക്കൽ കാര്യങ്ങളും പഠിക്കും. അത്യാവശ്യം അറിയേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്താണ് ഔട്ട്പുട്ട് GST? ഇതൊക്കെ ബേസ് ആണ്. എന്താണ് ഔട്ട്പുട്ട് GST? എന്താണ് ഇൻപുട്ട് GST? എന്താണ് ITC? ITC മീൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എന്താണ്? അതൊരു മെക്കാനിസം ആണ്, അതിനെക്കുറിച്ച് പഠിക്കും. അതുപോലെ ബ്ലോക്ക്ഡ് ITC, ചില ഇൻപുട്ടുകൾ ബ്ലോക്ക് ആണ്, അതെന്താന്ന് പഠിക്കും. സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പ്രകാരം പഠിക്കും. എന്താണ് FCM? എന്താണ് RCM? അതിനെക്കുറിച്ച് പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട തിയററ്റിക്കൽ കാര്യങ്ങളും പഠിക്കും. പ്രാക്ടിക്കലി വളരെ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ ഈ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ പഠിക്കുക മാത്രമല്ല ചെയ്യുന്നേ, പഠിക്കുന്ന കാര്യങ്ങൾ സെൽഫായിട്ട് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, www.gst.gov.in എന്ന് പറയുന്ന എന്താണ്? ഗവൺമെന്റ് സൈറ്റ് ആണ്. ആ ഗവൺമെന്റ് സൈറ്റിൽ കയറിയാണ് ഞാൻ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ പഠിച്ച ശേഷം നിങ്ങൾക്ക് അതേ ഗവൺമെന്റ് സൈറ്റിൽ കയറി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് അതേപോലെ തയ്യാറാക്കിയ ഒരു മോഡൽ വെബ്സൈറ്റ് ഉണ്ട്, ഡെമോ സൈറ്റ്. ആ ഡെമോ സൈറ്റിനകത്ത് കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ച കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ 10 days വരുന്ന ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഇതൊക്കെയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? നമ്മുടെ ഡെമോ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 days ആ ക്ലാസ് വരുന്നേ. ലൈവ് ക്ലാസ് ആണ്. നമ്മുടെ ലൈവ് ടൈം എപ്പോ വരുന്നു? ഈ സെയിം ടൈം ആണ്. എപ്പോ? 9 PM to 10 PM ആണ് ടൈം വരുന്നത്. ഓക്കെ, ഇത് ലൈവ് ആണ് അല്ലെ? ലൈവ് ആണ് ക്ലാസ്. പക്ഷെ എന്തുമാണ്? റെക്കോർഡിങ്ങുമാണ്.
ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നാലും പ്രോബ്ലം ഒന്നുമില്ല, റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആയിരിക്കും. ഇനി റെക്കോർഡ് വീഡിയോക്ക് സമയപരിധി ഉണ്ടോ? ഒരിക്കലുമില്ല. റെക്കോർഡ് വീഡിയോ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും ഈ റെക്കോർഡ് വീഡിയോ നഷ്ടപ്പെട്ടു പോകത്തില്ല. ക്ലിയർ അല്ലേ? യെസ്. ദെൻ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ PDF നോട്ട്സും എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എല്ലാം വ്യക്തമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ദെൻ നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു ടാക്സിന്റെ വർക്കുകൾ ചെയ്യുന്ന ഒരു ഓഫീസാണ്, ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ GST, ഇൻകം ടാക്സ്, TDS, അതുപോലെ എക്സൽ എന്നിവയുടെ ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ കോഴ്സ് നമുക്ക് ഫീ വരുന്നുണ്ട്, 3000 ഫീ വരുന്നത്. അപ്പൊ ഈ കോഴ്സ് നമുക്ക് ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് നമുക്ക് നാളെ മീൻസ് എന്താഴ്ച? ഫ്രൈഡേ അല്ലേ? നാളെ ക്ലാസ് എന്ത് ചെയ്യും? നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നാളെ രാത്രി 9 മണിക്ക് നമ്മുടെ ഫസ്റ്റ് ഡേ ക്ലാസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രീവിയസ് നടന്ന ഇൻകം ടാക്സിന്റെയും TDSന്റെയും എക്സലിന്റെ ഒക്കെ റെക്കോർഡ് വീഡിയോ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? ആവശ്യമുള്ളവർക്ക് പറഞ്ഞാൽ മതി. ഓക്കെ. സോ ഈ ഡെമോ ക്ലാസ്സും റെക്കോർഡിംഗ് ആണ്. ഈ ക്ലാസ് കഴിയുമ്പോൾ റെക്കോർഡ് വീഡിയോനായി വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കും. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വീഡിയോ കാണാം. ലൈവിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ആയവർക്കും ഈ വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, ഡൗട്ടുകൾ ചോദിക്കാം. സാറേ, പറയൂ. അതായത് 10 ദിവസത്തെ ക്ലാസ് എന്നല്ലേ സാറേ പറഞ്ഞ? അതെ. അപ്പോ ഈ ഒരാഴ്ച ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് ഉണ്ടാവോ? നമുക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ലാസ്റ്റ് ഇപ്പോ ഇൻകം ടാക്സ് ക്ലാസ് നടന്നത് 6 മാസം മുമ്പായിരുന്നു. അപ്പൊ താങ്കൾക്ക് ബുദ്ധിമുട്ടില്ല, താങ്കൾക്ക് റെക്കോർഡ് വീഡിയോ കാണാൻ സാധിക്കും. താങ്കൾ ഫ്രീ ആവുന്ന സമയത്ത് റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും, കാണാം. ഡൗട്ട് വരുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാം, എന്നെ വിളിച്ച് ഡൗട്ട് ക്ലിയർ ആക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. ഓക്കെ. ഹലോ. പറയൂ. GSTയുടെ ബേസ് പോലും അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ അതിന് അപ്പോ ബേസ് പോലും അറിയാത്ത ഒരാൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ ഗുണം ഉണ്ടാവുമോ? ഉറപ്പായിട്ടും നമ്മൾ വളരെ ബേസ് മുതലേ പഠിപ്പിക്കുന്നത് കേട്ടോ. താങ്കൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ഹലോ. പറയൂ. ഇതിന്റെ ഫീസ് എങ്ങനെയാണ് അടക്കേണ്ടത്? ഫീസ് ഡീറ്റെയിൽസ് നാളെ വാട്സപ്പിൽ അയക്കാം കേട്ടോ. ഡീറ്റെയിൽസ് ഇവിടെ ഓഫീസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അപ്പൊ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ. എല്ലാവർക്കും ക്ലാസ് ഓക്കെ ആണ്? പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പറയൂ. പറയൂ. സാർ, ഇത് നമ്മളിപ്പോ ഓൾറെഡി ഒരു കൺസൾട്ടിങ്ങിന്റെ ഇതിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാക്സ് GST ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സാർ പറയുന്നത്? അത് ഉറപ്പായിട്ടും. സാർ, ഇപ്പൊ ഈ 10 days കഴിഞ്ഞ് നമുക്ക് ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ടാവുമോ? ഉറപ്പായിട്ടും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ടും വർക്ക് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. ലൈഫ് ടൈം കിട്ടോ? ലൈഫ് ടൈം ഉണ്ടാവും കേട്ടോ. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് എന്നാണെങ്കിലും വീണ്ടും റീജോയിൻ ചെയ്യാനും സാധിക്കും ലൈവില് കേട്ടോ. ആ സമയത്ത് നടക്കുകയാണെങ്കിൽ അതിന് ഫീസ് തരണോ? എക്സ്ട്രാ ഫീസ് വരത്തില്ല കേട്ടോ. ആ സമയത്ത് എക്സ്ട്രാ എന്തെങ്കിലും എക്സ്ട്രാ ഇതിന്റെ ഒപ്പം ആഡ് ഓൺ ആവുകയാണെങ്കിൽ മാത്രം ഫീ അടച്ചാൽ മതി. ഇപ്പോ GST ആണല്ലോ, ഒന്നും പറയാൻ പറ്റത്തില്ല. ടാക്സ് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും അല്ലെ, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞൊരു ഫോം ഉണ്ട്, GSTR 1A എന്ന ഫോം. ആ ഫോം കഴിഞ്ഞ മാസമാണ് ഇംപ്ലിമെന്റ് ആയത്. അപ്പൊ അതേപോലെ ഓരോരോ എക്സ്ട്രാ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ആ സമയത്ത് പറയും. അല്ല എങ്കിൽ സെയിം ആണെങ്കിൽ എക്സ്ട്രാ ഫീ വരില്ല കേട്ടോ. ഓക്കെ. ഓക്കെ. നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? സോ നാളെ കാണാം.
ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ ഈ സമയത്ത് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.